പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രലിൽ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിനും 70-ാം ഊട്ടുനേർച്ചയ്ക്കും കൊടിയേറി. വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകളോടെയാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആശിഷ് പെരുമ്പുഴയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിലിന്റെ നേതൃത്വത്തിൽ ലതീഞ്ഞും തിരുനാൾ കൊടിയേറ്റവും നടന്നു. ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും 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 കൊടിയേറ്റത്തോടെ ദിവസങ്ങൾ നീളുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. തിരുനാൾ ദിവസങ്ങളിലുടനീളം വിവിധ ആത്മീയ പരിപാടികളും നടക്കും. വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും രാവിലെ 6:15 വിശുദ്ധ കുർബാനയും വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും ലതീഞ്ഞും നടത്തും. വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിലായിരിക്കും തിരുക്കർമ്മങ്ങൾ. തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 വിപുലമായ തിരുക്കർമ്മങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 6:30 വിശുദ്ധ കുർബാനയും ലതീഞ്ഞും നടക്കും. തുടർന്ന് രൂപമെഴുന്നള്ളിക്കൽ നടക്കും. രാവിലെ 10 ആഘോഷമായ തിരുനാൾ കുർബാന നടത്തും. തിരുനാൾ സന്ദേശത്തിന് ശേഷം വിശ്വാസികൾക്കായി ഊട്ടുനേർച്ചയും ഒരുക്കിയിട്ടുണ്ട്. കത്തീഡ്രലിൽ തുടർച്ചയായി 70-ാം വർഷമാണ് ഊട്ടുനേർച്ച നടക്കുന്നത്. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വിശ്വാസികൾക്ക് ഒരുമിച്ച് പങ്കെടുക്കാനും നേർച്ചയിൽ പങ്കുചേരാനും അവസരമൊരുക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഊട്ടുനേർച്ച. തിരുനാൾ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾക്ക് കൈക്കാരന്മാരായ സുരേഷ് വടക്കൻ, കുര്യാക്കോസ് ചിരിയം കണ്ടത്ത്, തിരുനാൾ കൺവീനർ ജോയ് നീലങ്കാവിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഏകദേശം 25ഓളം സഹകൺവീനർമാരും വിവിധ യൂണിറ്റ് പ്രതിനിധികളും തിരുനാൾ ആഘോഷങ്ങളുടെ ക്രമീകരണങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.